ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. മേഖലയിലെ സംഭവവികാസങ്ങൾ പതിവായി നിരീക്ഷിക്കുന്നതിന് ഏകോപിതവും സമഗ്രവുമായ സംവിധാനം ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. നാവികർക്കും കുടുംബാംഗങ്ങൾക്കും വിവരങ്ങൾ, അടിയന്തര സഹായം, കൌൺസിലിംഗ് എന്നിവ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിന് സംവിധാനം രൂപീകരിക്കണം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് പ്രവാസി ഇന്ത്യക്കാരെ സംരക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പരീക്ഷാ ക്രമക്കേടുകളിൽ സർക്കാരിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാകാൻ അനുവദിക്കില്ലെന്ന പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഭേദഗതി ബിൽ കൊണ്ടുവന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബില്ലിനെ സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ച രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ പരീക്ഷകളിലെ തെറ്റായ രീതികൾ പൂർണ്ണമായും തടയാൻ നിർദ്ദിഷ്ട ഭേദഗതികൾ ഫലപ്രദമല്ലെന്ന വിമർശനവും ഉന്നയിച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബിൽ പാർലമെന്റ് ഇന്ന് പാസാക്കി. രാജ്യസഭ ഇന്നലെ അംഗീകരിച്ച ബിൽ ലോക്സഭയും പാസാക്കുകയായിരുന്നു. വന്ദേ മാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്ന വിധത്തിലാണ് 1971 നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ബിൽ പാസാക്കിയ ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ ലോക്സഭ നാളെ വീണ്ടും ചേരും. ഓണക്കാലത്ത് മൊത്ത ചില്ലറ വിൽപ്പനശാലകളിലെ സ്റ്റോക്കും വില നിലവാരവും നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഇതിനായി ഓഗസ്റ്റ് 1 മുതൽ 25 വരെ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്തും. പൊതുവിപണിയിൽ അരി അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ വില വർധന റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഗോഡൌണിൽ മരുന്നുകൾ വൻതോതിൽ വാങ്ങിക്കൂട്ടിയിട്ട് നശിപ്പിക്കുന്ന സംഭവത്തിൽ അന്വേഷണം നടത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മരുന്നുകൾക്ക് പുറമെ ശസ്ത്രക്രിയാ സാമഗ്രികൾ, കോവിഡ് കാലത്ത് വാങ്ങിയ PPE കിറ്റുകൾ എന്നിവയും ഇക്കൂട്ടത്തിലുണ്ട്. ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന സാധനങ്ങളുടെ കാലാവധി കഴിഞ്ഞതിനാൽ ഇവ ഉപയോഗയോഗ്യമല്ലെന്നും പൊതുപണം പാഴാക്കിയവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. ടെക്സ്റ്റൈൽസ് മേഖലയിൽ തൊഴിൽ വകുപ്പിന്റെ പരിശോധന തുടരുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ഈ മാസം 28 മുതൽ ആരംഭിച്ച പരിശോധന കൂടുതൽ സ്ഥാപനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചതായും മന്ത്രി അറിയിച്ചു. ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് പരിശോധനയുടെ ലക്ഷ്യം. 50 സ്ഥാപനങ്ങളിലാണ് ഇന്ന് പരിശോധന നടന്നത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഓറഞ്ച് അലർട്ട് മുൻനിർത്തി വയനാട്, എറണാകുളം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാവിലെ 11:30 മുതൽ ഓഗസ്റ്റ് 1 ഉച്ചയ്ക്ക് 2:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. കന്യാകുമാരി തീരത്തും മറ്റന്നാൾ പുലർച്ചെ 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. ജൂൺ 9 കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ഗ്ലാസ്ഗോവിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര ഫൈനലിൽ കടന്നു. ഇതേ ഇനത്തിൽ രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ പ്രവീൺ ചിത്രവേലും ശെൽവ പ്രഭുവും ഫൈനലിലേക്ക് യോഗ്യത നേടി. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് ഔപചാരിക തുടക്കം. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് എന്നിവരുടെ സഹകരണത്തോടെ ഇന്ത്യൻ കയാക്കിംഗ് ആൻഡ് കനോയിംഗ് അസോസിയേഷനാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ഇതോടനുബന്ധിച്ച് കോടഞ്ചേരിയിൽ സംഘടിപ്പിച്ച വർണ്ണശബളമായ ഘോഷയാത്ര മന്ത്രി ടി സിദ്ദിഖ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓഗസ്റ്റ് 2 വരെ ചാലിപ്പുഴയിലും ഇരുവഞ്ഞിപ്പുഴയിലുമാണ് മത്സരങ്ങൾ നടക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.